അപ്പം ഞാൻ പറഞ്ഞു ഗുരു ആ വിഷമതകളിൽ പളനിയിൽ പോകണമെന്ന് മാലയിട്ട്, അപ്പോൾ പളനിയിൽ പോകാൻ വേണ്ടിയല്ല, ഗുരു പറഞ്ഞു അതൊരു സൂക്ഷിപ്പായിട്ട്, ഇപ്പോൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും എല്ലാത്തിനും ഒരു സൂക്ഷിപ്പായിട്ട് ഇട്ടതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു ആശ്രമ സ്വഭാവത്തിൽ വന്നതിന് ശേഷമാണ് ആധ്യാത്മിക രംഗത്ത് ഗുരുവിനെ തേടി പോകുമ്പോഴാണല്ലോ ആധ്യാത്മിക രംഗത്തിലെ യഥാർത്ഥ പരിവർത്തനം. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന സ്വന്തമായി ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ജീവിതം, അപ്പോൾ ഒരു മാറ്റം, അതാണ് ഒരു ആശ്രമ സ്വഭാവത്തിൽ, ഏതെങ്കിലും ഒരു ആശ്രമ സ്വഭാവത്തിൽ പോകണം. പക്ഷേ യഥാർത്ഥ ആധ്യാത്മിക അന്വേഷണം തുടങ്ങുന്നത് ഗുരുവിനെ അന്വേഷിച്ച് പോകുമ്പോഴാണ്. അതുവരെ യഥാർത്ഥ ആധ്യാത്മിക പരിണാമമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഗുരു നീണ്ട 17 വർഷത്തെ കർമ്മങ്ങൾക്കെല്ലാം ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥ ആധ്യാത്മിക അന്വേഷണവുമായിട്ട് തൻ്റെ ഗുരുവിനെ തേടി പോകുന്നത്. അപ്പോൾ തന്നെ ഇവർ പറയുന്നു, ഇപ്പോൾ നമുക്കൊന്നും ഗുരു വേണ്ട, അവർ ആരാധിച്ചോളാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു, അത് ഗുരു കാണിച്ചു തന്നല്ലേ, അതൊരു മാതൃകയായിട്ട് ഗുരുവിൻ്റെ ജീവിതത്തിൽ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഗുരുവിന്റെ ആവശ്യമുണ്ടോ? എന്നിട്ട് പോലും ഗുരുവിനെ സ്വീകരിച്ചു അല്ലേ? അപ്പൊ എന്താണത്? ആ പരമമായ എല്ലാ അറിവും മാറ്റി നിർത്തപ്പെട്ട ജീവൻ വന്നപ്പോഴും ആ ജീവന് ശരീരവും മനസ്സും ചേർന്ന ഒരു നമ്മുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അതിനൊരു മൈൻഡ് ഉണ്ടല്ലോ. ആ മൈൻഡിനെ ഈ പരമമായ ജീവനുമായിട്ട് ചേർത്ത് ഉണർത്തി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ആധ്യാത്മികത. അപ്പൊ ഈ മൈൻഡിന് ഈ ജ്ഞാനം കൊടുക്കാതെയാണ്, ഈ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ഈ മൈൻഡിന് ഈ ജ്ഞാനമില്ല. എല്ലാ ഗുരുക്കന്മാർക്കും, ഈ വന്നിട്ടുള്ള എല്ലാ ഗുരുക്കന്മാർക്കും ഗുരുക്കന്മാരുണ്ട്, ഇങ്ങനെയുള്ള ജ്ഞാനം പകർന്നു കൊടുക്കാനായിട്ട് ഗുരുക്കന്മാരുണ്ട്. ഇപ്പോൾ ഗുരുവിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വന്നതായിട്ടും പിന്നെ ഈ പറയുന്ന അവസ്ഥാ പൂർത്തീകരണത്തിൻ്റെ സമയത്തും സൂക്ഷ്മത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വന്നതായിട്ടും, ഇതെല്ലാം ഈ അവസ്ഥകൾ കടന്നു പോകുന്ന ആ പ്രോസസ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഗുരുവിന് ഗുരു സ്ഥാനത്ത് ആളുണ്ടായിരുന്നു, മനുഷ്യരൂപത്തിൽ ഖുറേഷ്യ ഫക്കീർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ്, ആ സ്റ്റേറ്റിലുള്ള ഗുരുക്കന്മാർക്ക് വേണ്ടി മനുഷ്യരൂപത്തിൽ വരാൻ പോലും സാധ്യതയുള്ള ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. അതായത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒരു ഹയസ്റ്റ് സ്റ്റേറ്റിൽ എത്തുന്ന ചില ടിപ്പിക്കൽ കേസുകളിൽ മനുഷ്യരൂപത്തിൽ പോലും ഇത് ആവിർഭവിച്ച് ഗുരുവായിട്ട് വരുമെന്നാണ് പറയുന്നത്. കാര്യം മനുഷ്യരൂപത്തിൽ ഇത് ആവിർഭവിച്ച് ഗുരുവായിട്ട് വന്നില്ലെങ്കിൽ ഈ അവസ്ഥ കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ ഗുരുവിന് ഗുരു ഉണ്ടായിരുന്നു, ഇപ്പം ശിഷ്യപൂജയ്ക്ക് ഗുരു ഉണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് അടുത്ത തലമുറയിലൊന്നും ഇനി ഗുരു വേണ്ട, ഇനി അങ്ങോട്ടൊന്നും ആർക്കും ഗുരു വേണ്ട എന്നാണ് അവർ പറയുന്നത്. അതെങ്ങനെ സാധ്യമാകും? ആധ്യാത്മിക പുരോഗതിയുള്ളവർ ഇനി വേണ്ടേ? ഇനി വരുന്ന തലമുറകളിലൊന്നും ആധ്യാത്മിക പുരോഗതി വേണ്ടേ? അപ്പോൾ ഇതിനെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ആധ്യാത്മിക പുരോഗതി എന്താണ്, അല്ലെങ്കിൽ ഈ വെറും ഒരു ആരാധന സമ്പ്രദായം മതിയെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ശിഷ്യഭൂതയെക്കുറിച്ച് പറഞ്ഞില്ല, അപ്പോൾ ഗുരുവിനെക്കുറിച്ചും ആരും പറഞ്ഞില്ലല്ലോ. ഗുരുവിനെക്കുറിച്ച് ലോകമെല്ലാം അറിയില്ലേ? അപ്പോൾ ഗുരുവിനെക്കുറിച്ച് ആരും പറഞ്ഞില്ലല്ലോ.